നമസ്കാരം. ഇന്ന് രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ബാങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രീപേയ്മെൻറ്റ് ചാർജസ്. അതായത് നിങ്ങളൊരു ഹൗസിംഗ് ലോൺ എടുക്കുകയോ വെഹിക്കിൾ ലോൺ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ലോൺ കാലാവധിക്ക് മുമ്പ് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ചില ബാങ്കുകാർ 2%, 3%, 4% വരെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ അടയ്ക്കുന്ന എമൗണ്ടിനോ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അതായത് നിങ്ങൾക്ക് 100 രൂപ ബാലൻസ് ഉണ്ട്, നിങ്ങൾ ഒന്നിച്ചുകൊണ്ട് അടയ്ക്കാൻ പോയി കാലാവധിക്ക് മുമ്പ് അടയ്ക്കാൻ പോയാൽ ചിലപ്പോൾ 4 രൂപ അഡീഷൻ അടയ്ക്കാൻ പറയും. അത് 4%, 3% അത് ബാങ്ക് തീരുമാനിക്കുന്ന പോലെ പ്രീപേയ്മെൻറ്റ് ചാർജസ് എന്ന് പറയും. അപ്പോൾ അതൊരു ഭാരമായിട്ട് വരുന്നത് കൊണ്ട് ചിലപ്പോൾ പലരും അടയ്ക്കാതെ കയ്യിലിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചുകൊണ്ടും അത് ഒരു ഇൻട്രസ്റ്റിൽ അവർക്കൊരു നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ പുതിയ റൂൾ പ്രകാരം ഈ 2026 ജനുവരി 1 മുതൽ ഈ ലോണുകൾക്ക് പ്രീപേയ്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ അടയ്ക്കുവാണെങ്കിൽ നിങ്ങൾ കൂടുതൽ എമൗണ്ട് അടയ്ക്കുകയോ ഒന്നിച്ച് ലോൺ അവധിക്കുമ്പോൾ ക്ലോസ് ചെയ്യുകയോ ചെയ്താൽ ഈ പ്രീപേയ്മെൻറ്റ് ചാർജസ് എടുക്കാൻ പാടില്ല എന്ന് റിസർവ് ബാങ്കിൻ്റെ ഒരു പുതിയ റൂൾ വന്നിരിക്കുന്നു. ഹൗസിംഗ് ലോൺ, വെഹിക്കിൾ ലോണിനൊക്കെയാണ് സാറിന് ഇവർ പ്രീപേയ്മെൻറ്റ് ചാർജ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ 10 ലക്ഷം ലോൺ എടുത്തു, 10 കൊല്ലത്തേക്കായിരിക്കും തന്നേക്കണം, അല്ലെങ്കിൽ 15 കൊല്ലത്തേക്കായിരിക്കും തന്നേക്കണം. 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ 5 ലക്ഷം അടച്ചിട്ടുണ്ടാവും. ബാക്കി 5 ലക്ഷം അടയ്ക്കാൻ ചെല്ലുമ്പോൾ അതിന് 4%, 3% അടയ്ക്കണം എന്ന് പറയും. അതൊരു ഭാരമായിട്ട് വരുന്നു. അപ്പോൾ അത് പാടില്ല എന്ന് റിസർവ് ബാങ്കിൻ്റെ പുതിയ റൂൾ വന്നിരിക്കുന്നു. അതിന് ചില നിബന്ധനകളുമുണ്ട്. കാരണം 50 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്കാണ് ഇത് ബാധകം. അതും ഫിക്സഡ് ഫ്ലോട്ടിംഗ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ബാധകമായിട്ടുള്ള ലോണുകൾക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ. ഫിക്സഡ് റേറ്റ് ഉള്ള ലോണുകൾക്ക് ഇത് ബാധകമല്ല. അതും ഈ എക്സിസ്റ്റിംഗ് ലോണുകൾക്ക് ഇത് ബാധകമല്ല. 2026 ജനുവരി 1 മുതൽ എടുക്കുന്ന പുതിയ ലോണുകളോ അല്ലെങ്കിൽ പഴയ ലോണുകൾ 2026 ജനുവരി 1 ശേഷം പുതുക്കുകയോ ചെയ്താൽ ഫ്ലോട്ടിംഗ് റേറ്റ് ഉള്ള ലോണുകൾക്ക് മാത്രമാണ് പ്രീപേയ്മെൻറ്റ് ചാർജസ് ഒഴിവായിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലോണുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ പുതുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജനുവരിയിൽ പുതുക്കാൻ പറ്റുമെങ്കിൽ പുതുക്കി വയ്ക്കുക. പ്രീപേയ്മെൻറ്റ് ചാർജസിനെ കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കുക. ഫ്ലോട്ടിംഗ് റേറ്റ് ഉള്ളതിന് മാത്രമേ ഇത് ബാധകമുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.